കേരള ഹൈക്കോടതി ഓഫീസർ എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ പേപ്പർ ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മളിന്ന് 2019 പരീക്ഷയുടെ ഇംഗ്ലീഷ് സെക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം GKയും അതുപോലെ തന്നെ മാത്സ് ആൻഡ് റീസണിങ് സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്ന് നമുക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ ഒരു ഡീറ്റെയിൽഡ് സൊല്യൂഷൻ അല്ല, നമ്മൾ ജസ്റ്റ് സൊല്യൂഷൻ പറഞ്ഞ് ഏതൊക്കെയാണ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അതെങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എന്ന രീതിയിലാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് നമ്മൾ ഓരോ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. then നമ്മൾ സൊല്യൂഷൻ പറഞ്ഞു പോകുന്നുണ്ട്, അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല എന്ന് മാത്രം. സോ നമുക്ക് ഡയറക്റ്റ്ലി ഇംഗ്ലീഷ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിക്ക് ദ വേർഡ് ദാറ്റ് ഇസ് സ്പെൽഡ് ഇൻകറക്റ്റ്, അതായത് കറക്റ്റ്ലി സ്പെൽഡ് അല്ലാത്ത വാക്ക് ഏതാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുക. ഇങ്ങനത്തെ ടൈപ്പ് സ്പെല്ലിംഗ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും വരാറുള്ളതാണ്. സോ ഇത്തവണയും ഒന്നോ രണ്ടോ ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. കാര്യം 50 ചോദ്യം ഇത്തവണയുണ്ട്. 2019 അതായത് ഈ നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന പേപ്പറിൽ 30 ചോദ്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. സോ തീർച്ചയായിട്ടും ഒന്നോ രണ്ടോ രണ്ട് ചോദ്യങ്ങളൊക്കെ നമുക്ക് സുഖമായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഇതിൽ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ പ്ലേ റൈറ്റ്, മില്ലേനിയം, കരീബിയൻ ആൻഡ് ലയസൺ. സോ ഇതിൽ ഇൻകറക്റ്റ് ആയിട്ട് സ്പെൽ ചെയ്തിരിക്കുന്ന വാക്ക് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, കരീബിയൻ. സോ കരീബിയൻ്റെ എക്സാക്ട് സ്പെല്ലിംഗ് ഞാൻ പറഞ്ഞുതരാം. CARIBBEAN, ഇതാണ് കരീബിയൻ്റെ എക്സാക്ട് സ്പെല്ലിംഗ്. ഇവിടെ കൊടുത്തിരിക്കുന്ന സ്പെല്ലിംഗ് തെറ്റാണ്. സോ ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. സോ അടുത്ത ക്വസ്റ്റിനിലേക്ക് കിടക്കുക. അതൊരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ആണ്. മേ ഐ ? സോ ഇത് വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. കാര്യം ഇതിലത്തെ ഓപ്ഷൻസിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയാൽ തന്നെ വളരെ ലോജിക്കലായിട്ട് തോന്നുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, അതായത് ഓപ്ഷൻ ബി ആണ്, മേ ഐ എൻ്റർ, എനിക്ക് കടന്നു വരാവോ. സോ ഇത് വളരെ ഈസി ആയിട്ടുള്ള ചോദ്യം, നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സൊല്യൂഷൻ പറയേണ്ട കാര്യമില്ല. ഇതിൽ ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ഉത്തരം. സോ അടുത്ത ചോദ്യം, ഇതും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദ്യങ്ങളാണ് സാധാരണ കൂടുതലായിട്ട് വരുന്നത്. ശങ്കിന്നപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു വൊക്കാബുലറീസും കറക്റ്റായിട്ടുള്ള ഗ്രാമാറ്റിക്കൽ നോളജും ഇല്ലാതെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം വൊക്കാബുലറി തന്നെ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 3, ഹിസ് ഫാമിലി ഡിപ്പെൻഡ്സ് എൻറ്റയർലി ബ്ലാങ്ക്സ് ഹിം. സോ ഇതും വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. നമ്മൾ ലോജിക്കലി ചിന്തിച്ചിട്ട് നമുക്കറിയാം, ഹിസ് ഫാമിലി ഡിപ്പെൻഡ്സ് എൻറ്റയർലി ഓൺ ഹിം, അതായത് ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ കറക്റ്റ് ഉത്തരം. ഓപ്ഷൻ സി. സോ നാലാമത്തെ ക്വസ്റ്റ്യൻ, ഹി ഹാസ് എ ലൈക്കിംഗ് ഫോർ സ്വീറ്റ് ഫുഡ്, ദാറ്റ് ഇസ് ഹി ഹാസ്. സോ നമ്മൾ ഒരുപാട് മധുര പലഹാരങ്ങൾ കഴിക്കുന്ന അല്ലെങ്കിൽ താല്പര്യമുള്ളൊരു വ്യക്തി, ആ ഒരു കണ്ടീഷന് പറയുന്ന പേരാണ് ഇതിനകത്ത് പറയുന്നത്. ദാറ്റ് ഈസ് ഹി ഹാസ് സ്വീറ്റ് ടൂത്ത് ആണ്. സ്വീറ്റ് ടൂത്ത് എന്നത് ശരിക്കും നമുക്ക് ഒരുപാട് മധുര പലഹാരങ്ങൾ ഇഷ്ടമാണ് എന്നത് ആ ഒരു സ്റ്റേറ്റിനെ പറയുന്നതാണ് സ്വീറ്റ് ടൂത്ത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 5, ഇതും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ദെയർ ആറൻറ്റ് എനി ഓറഞ്ചസ്. ഞാൻ അതിൻ്റെ ഉത്തരം പറഞ്ഞു. ഇതും വളരെ ലോജിക്കലാണ്, നമുക്ക് ഇതിനകത്ത് കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓപ്ഷൻ എ ആണ്, ദെയർ ആറൻറ്റ് എനി ഓറഞ്ചസ് ആണ് കറക്റ്റ് ഉത്തരം. ലിറ്റിൽ എന്നൊന്നും നമ്മൾ പറയത്തില്ല, ഓറഞ്ചസ് ലിറ്റിൽ, സം, ഫ്യൂ, ഇതൊന്നും ലോജിക്കലി ഇപ്പോൾ നമ്മൾ ചിന്തിച്ചാൽ അറിയില്ല. നമ്മൾ കറക്റ്റായിട്ടുള്ള ഗ്രാമാറ്റിക്കൽ ആ ഒരു സ്ട്രക്ചർ നമ്മളത് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് സൊല്യൂഷൻ പറഞ്ഞു പോകുക എന്ന് മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 6, ഡാഷ് ഹീ ഈസ് വെൽത്തി, ഹി ഡസ് നോട്ട് വേസ്റ്റ് മണി. സോ ഇതിൽ നമുക്ക് ഏകദേശം ഒരു അർത്ഥം നമുക്ക് മനസ്സിലാവും. വെൽത്തി ആയിട്ടും, അതായത് അദ്ദേഹം റിച്ച് ആയിട്ടും അദ്ദേഹം കാര്യമായിട്ട് പൈസ ചിലവാക്കുന്നില്ല. സോ ആ ഒരു അർത്ഥം നമുക്ക് കൺവേ ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓൾദോ ഹി ഈസ് വെൽത്തി, ഹി ഡസ് നോട്ട് വേസ്റ്റ് മണി. ഇപ്പം ഇൻസ്പൈറ്റ്, ഇപ്പം ബാക്കി ഓപ്ഷൻസ് നോക്കുമ്പോൾ ഡിസ്പൈറ്റ് ഹി ഈസ് വെൽത്തി, ഹി ഡസ് നോട്ട് വേസ്റ്റ് മണി എന്നതിനേക്കാളും, അല്ലെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫ് ഹി ഈസ് വെൽത്തി, ഇൻസ്പൈറ്റ് ഓഫ് ബീങ് റിച്ച് എന്ന് പറയാം, അല്ലെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫ് ബീങ് വെൽത്തി എന്ന് പറയാം. അല്ല ഇൻസ്പൈറ്റ് ഓഫ് ഹി ഈസ് വെൽത്തി എന്ന് പറയത്തില്ല, യെറ്റ് ഹി ഈസ് വെൽത്തി എന്നും പറയത്തില്ല. സോ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഓൾദോ ഹി ഈസ് വെൽത്തി, ഹി ഡസ് നോട്ട് വേസ്റ്റ് മണി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, അതായത് ക്വസ്റ്റ്യൻ നമ്പർ 7, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസ് ദ ഫ്രേസ് അറ്റ് ആംസ് ലെങ്ത് ഇസ് കറക്റ്റ്ലി യൂസ്ഡ്. സോ നമ്മൾ ഓൾറെഡി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് നമ്മൾ കറക്റ്റായിട്ട് പഠിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. അറ്റ് ആംസ് ലെങ്ത് എന്ന ആ ഒരു പർട്ടിക്കുലർ ഫ്രേസിൻ്റെ അർത്ഥം അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ ചോദ്യം നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കും. സോ ഓപ്ഷൻ എ, ഹി ത്രൂ ദ സ്റ്റോൺ അറ്റ് ആംസ് ലെങ്ത്, നോ വൺ നോ ഹിം അറ്റ് ആംസ് ലെങ്ത്, ഹി വാസ് ഗിവൺ ആൻ ആംസ് ലെങ്ത് ഓഫ് അഡ്വൈസ്, ഹി വാസ് അഡ്വൈസ് ടു കീപ് ഹിസ് ഓൾ ഫ്രണ്ട്സ് അറ്റ് ആംസ് ലെങ്ത്. സോ ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്.
സോ എന്തുകൊണ്ട് ഓപ്ഷൻ ഡി എന്ന് ചോദിച്ചാൽ അറ്റ് ആംസ് ലെങ്ത് എന്ന വാക്കിൻ്റെ അല്ലെങ്കിൽ ആ ഇഡിയത്ത് ആ പറയുന്ന ഫ്രേസിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരാളെ കൂടുതൽ അടുപ്പിക്കാതെ വെക്കുക. അതായത് നമ്മൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്യാപ്പിട്ട് നിൽക്കുമെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ശരിക്കും അതിൻ്റെ ഇംഗ്ലീഷ് അർത്ഥമല്ല. അതായത് ഡിക്ഷണറി മീനിങ് എന്ന് പറയുന്നത് ടു കീപ് ഡിസ്റ്റൻസ് ഫ്രം സംതിങ് ഓർ സംബഡി. അതായത് ഒരു വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സാധനത്തിൽ നിന്നും നമ്മൾ ഒരു അകലം പാലിക്കുക, നമ്മളൊന്ന് കോഷ്യസ് ആയിരിക്കുക, അതാണ് ആറ്റ് ആംസ് ലെങ്ത്. സോ അത് ഏറ്റവും സൂട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സെൻറ്റൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഹി വാസ് അഡ്വൈസ് ടു കീപ് ഹിസ് ഓൾ ഫ്രണ്ട്സ് അറ്റ് ആംസ് ലെങ്ത്. അതായത് അയാളുടെ പഴയ കൂട്ടുകാരെ കുറച്ചൊന്ന് സൂക്ഷിക്കുക, അതായത് കുറച്ച് മാറ്റി നിർത്തുക. സോ അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഐ വിഷ് ഡാഷ് വുഡ് റെയിൻ. സോ ഇത് വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. ഐ വിഷ് ഇറ്റ് വുഡ് റെയിൻ. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ കറക്റ്റ് ഉത്തരം. സോ ഇത് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 9 കടക്കാം. അത് എറർ ഡിറ്റക്ഷൻ ക്വസ്റ്റ്യൻ ആണ്. എറർ ഡിറ്റക്ഷൻ സാറിന് അത് ഒരു 4-5 ചോദ്യമൊക്കെ നമുക്ക് ഇത്തവണ പ്രതീക്ഷിക്കാവുന്നതാണ്. കാര്യം ഒരു 5 ചോദ്യം വരെ പ്രതീക്ഷിക്കാവുന്നതാണ്. കാര്യം 50 ചോദ്യമാണ് ഇത്തവണ ഉള്ളത്. കഴിഞ്ഞ തവണ 30 ചോദ്യമുള്ളൂ. ഞാൻ വീണ്ടും പറയുകയാണ്, കഴിഞ്ഞ തവണ 30 ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ. 2019 30 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളായിരുന്നു. ഇത്തവണ 50 ക്വസ്റ്റ്യൻ ആണ് ഇംഗ്ലീഷിന് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷിന് ഇത്രയധികം ഇമ്പോർട്ടൻസ്, ഇത്രയധികം പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യൻ, അത് പിക്ക് ദ എറർ ഇൻ ദ അണ്ടർലൈൻ പാർട്സ് ഓഫ് ദ സെൻറ്റൻസ്. ഇതിൽ ഏത് പാർട്ടിലാണ് എറർ എന്ന് നമുക്ക് കണ്ടുപിടിക്കുക. ഇപ്പം 4 പാർട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ചോദ്യങ്ങൾ വരുമ്പോഴേക്കും ഒന്നുകിൽ 3 പാർട്ടും അതിനുശേഷം നോ എറർ എന്നൊരു ഓപ്ഷനും ആയിരിക്കും സാധാരണ വരാറുള്ളത്. ഇത്തവണ 4 പാർട്ടിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ എറർ ഉണ്ട് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. സോ നമുക്ക് ഏത് പാർട്ടിലാണ് ഇതിൽ എറർ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. സോ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കൂ. നോ, ദർ ആർ നോ ഷുഗർ ഇൻ ദ ഹൗസ്. ഇതിൽ ഏത് സെക്ഷനിലാണ് എറർ എന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്ന് ജസ്റ്റ് ഒന്ന് ശ്രമിച്ച് നോക്കുക. കാര്യം എറർ ഡിറ്റക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെഗ്മെൻ്റ് ആണ്. നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അതിൻ്റെ റൂൾസും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ബ്രീഫായിട്ട് പറഞ്ഞു പോവുകയാണ്. സോ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്, അതായത് ഇതിലത്തെ റോങ് ആണ് അല്ലെങ്കിൽ എറർ ഉള്ള ഒരു പോർഷൻ എന്ന് പറയുന്നത് സെക്ഷൻ ബി ആണ്. ഇവിടെയാണ് എറർ. എന്താണ് എറർ എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. നോ, ദർ ആർ നോ ഷുഗർ എന്ന് നമ്മൾ പറയില്ല, ദർ ഇസ് നോ ഷുഗർ എന്നേ പറയത്തുള്ളൂ. സോ ആറിന് പകരം ഇവിടെ വരേണ്ടത് ഇസ് ആണ്. ദർ ഈസ് നോ ഷുഗർ, ഇസ്. സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 10. We went to visit them last year. Blanks question mark. ഇത് ആക്ച്വലി ക്വസ്റ്റ്യൻ ടാഗ് എന്നൊരു പോർഷനിൽ നിന്നല്ല, ഒരു പർട്ടിക്കുലർ സെക്ഷനിൽ നിന്ന് വരുന്ന ചോദ്യമാണ്. എല്ലാ തവണയും 2 ചോദ്യങ്ങൾക്ക് നമുക്ക് ഈസി ആയിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് ക്വസ്റ്റ്യൻ ടാഗ്. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിലേക്ക് പോകുന്നതാണ്. വി വെൻറ്റ് ടു വിസിറ്റ് ദം ലാസ്റ്റ് ഇയർ. ഡിഡിൻ വി അല്ലെങ്കിൽ ഓപ്ഷൻ സി ആണ് നമുക്ക് ഇതിൽ ഉത്തരം വരുന്നത്. ഞാൻ വളരെ ബ്രീഫായിട്ട് ഇതിൻ്റെ കാര്യം പറഞ്ഞുതരാം. അതായത് ഈ ഒരു പോർഷൻ, അതായത് വി വെൻറ്റ് ടു വിസിറ്റ് ദം ലാസ്റ്റ് ഇയർ എന്ന് പറയുന്നത് അതൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു മീനിങ് ആണ്. അങ്ങനെ വരുമ്പം ക്വസ്റ്റ്യൻ ടാഗ്, അതായത് എൻ്റെ വരുന്ന ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് മീനിങ് ആയിരിക്കും അതിൽ വരുന്നത്. അതുകൊണ്ടാണ് ഡിഡിൻ വി എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നതാണ്, കൂടുതലൊന്നും പേടിക്കേണ്ട, വളരെ ഡീറ്റെയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. സോ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ഉത്തരം. സോ ക്വസ്റ്റ്യൻ നമ്പർ 11. പിക്ക് ദ ഓഡ് വൺ ഔട്ട് ഓഫ് ദ ഫോളോയിങ്. ഈ 4 വാക്കുകളിൽ നിന്നും ഓഡ് വൺ ഔട്ട്, അതായത് ബാക്കിയുള്ള 3 വാക്കുകളുമായിട്ട് യോജിക്കാത്ത ഏത് വാക്കാണെന്ന് കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 11ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, മാഗ്നിഫൈ. എന്തുകൊണ്ട് മാഗ്നിഫൈ എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള വേർഡുകളിലേക്ക് അർത്ഥം ഓൾമോസ്റ്റ് സെയിം ആണ്. ഫാസിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചാം ചെയ്യുക, അല്ലെങ്കിൽ അലൂർ ചെയ്യുക, അതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അതിശയിപ്പിക്കുക എന്ന ഒരു ഏകദേശം അർത്ഥം വരുന്ന വാക്കുകളാണ് ഈ ബാക്കിയുള്ള 3 ഓപ്ഷൻസും. അപ്പം ഈ ഒരു വാക്കിന് മാത്രമാണ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉള്ളത്. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 12ലേക്ക് കടക്കാം. ഹി ഈസ് സോ പ്രൗഡ് ദാറ്റ് ഹി വിൽ നോട്ട് ബെഗ്. ദിസ് സെൻറ്റൻസ് ക്യാൻ ബി എക്സ്പ്രസ് ദസ്. അതായത് മറ്റൊരു ഫോമിൽ ഈ ഒരു സെൻറ്റൻസ് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. 4 ഓപ്ഷൻസ് ആണുള്ളത്. He is too proud a beggar. He is so proud a beggar. He is as proud as a beggar. He is too proud to be a beggar. സോ ഇതിൻ്റെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. സോ ആദ്യം പറഞ്ഞത് ഇതിൻ്റെ ഓപ്ഷൻ ഡി ആണ്. ഹി ഈസ് ടു പ്രൗഡ് ടു ബി എ ബെഗർ. അതാണ് സെയിം മീനിങ് കൺവേ ചെയ്യുന്ന വാക്ക്. ഈ ടു പ്രൗഡ് അല്ലെങ്കിൽ സോ പ്രൗഡ് എന്നൊക്കെ പറയുമ്പോൾ അത് ആക്ച്വലി നെഗറ്റീവ് സെൻസ് ആണ്. അതുകൊണ്ടാണ് ഈ ഇതേ അർത്ഥം വരുന്നത്.
ക്വസ്റ്റ്യൻ നമ്പർ 13. ദേ വിൽ ഗിവ് ഹിം അപ്പ് ഫോർ ഡെഡ്. ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം, ഇത് ആക്ച്വലി ഒരു ഇഡിയം ആൻഡ് ഫ്രേസസിനകത്ത് വരുന്ന സംഭവമാണ്. 4 ഓപ്ഷൻസ് ആണുള്ളത്. They sacrificed him alive. They dedicated his life to the memory of dead people. They gave up all hope of his life. They knew he was dead. സോ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഊഹിക്കാവുന്നേ ഉള്ളത്. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ഉത്തരം. ദേ ഗേവ് അപ്പ് ഓൾ ഹോപ്പ് ഫോർ ഹിസ് ലൈഫ്. അതായത് പുള്ളി ഇനി രക്ഷപ്പെടത്തില്ല എന്നുള്ളൊരു കണക്കുകൂട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ തോന്നി. അതാണ് ഓപ്ഷൻ സി. അതാണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ്റെ ഉത്തരം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 14 കടക്കാം. ഇതും എറർ ഡിറ്റക്ഷൻ ക്വസ്റ്റ്യൻ ആണ്. ഐഡൻറ്റിഫൈ ദ എറർ ഇൻ ദ അണ്ടർലൈൻ പാർട്സ് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസ്. ഇതൊരു സെൻറ്റൻസ് വന്നിട്ടുണ്ട്, 4 പാർട്ടുണ്ട്. അതിൽ ഏത് പാർട്ടിലാണ് എറർ എന്നാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ ഫ്രാൻസ് ഈസ് ആൻ യൂറോപ്യൻ കൺട്രി ആസ് ഇസ് ദി നെതർലാൻഡ്. സോ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ആക്ച്വലി നമ്മൾ ആൻ യൂസ് ചെയ്യുമ്പോൾ AEIO വോവൽസ് മാത്രമാണ് ആൻ ഉപയോഗിക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ യൂറോപ്യൻ കൺട്രി ഈ എന്ന് യൂറോപ്യൻ എന്ന വാക്ക് ഈ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുമെങ്കിൽ പോലും അതിൻ്റെ ശരിക്കുമുള്ള ഒരു സൗണ്ട് ചെയ്യുന്നത് ഇപ്പം നമ്മൾ വൈ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയല്ല നമുക്ക് തോന്നുന്നത്. അതായത് നമ്മൾ യൂറോപ്യൻ എന്ന് പറയുമ്പം ഈ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ നമുക്ക് ഒരു ഫീൽ ചെയ്യുന്ന വൈ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയാണ് നമുക്ക് കേൾക്കുമ്പോൾ തോന്നുന്നത്. അതുകൊണ്ട് ഇവിടെ ആക്ച്വലി ഫ്രാൻസ് ഇസ് എ യൂറോപ്യൻ കൺട്രി എന്നാണ് പറയേണ്ടത്, അല്ലാതെ ആൻ യൂറോപ്യൻ കൺട്രി എന്നല്ല പറയേണ്ടത്. സോ ഈ ആനിന് പകരം ഇവിടെ എ വരണം. ക്വസ്റ്റ്യൻ നമ്പർ 15. ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ സ്പേസ് 2003. സോ ഇത് വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ സിൻസ് 2003. ഇതാണല്ലോ നമുക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് തന്നെ, സെൻറ്റൻസ് തന്നെയാണ്. അതിൽ നമുക്ക് കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, സിൻസ്. സോ ഇപ്പോൾ സിൻസ് എന്ന വാക്കാണ് ശരിക്കും എക്സ്പ്രഷൻ ഓഫ് ടൈമിൻ്റെ കാര്യത്തിൽ ഉപയോഗിക്കുന്നത്. ഇപ്പം ഫ്രം എ ടൈം ഇൻ ദ പാസ്റ്റ് അണ്ടിൽ ദ പ്രസൻറ്റ് എന്നൊക്കെ ആ ഒരു അർത്ഥം കൺവേ ചെയ്യുന്ന വാക്ക് നമുക്ക് സിൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. സോ അടുത്തതും ആക്ച്വലി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിഫാക്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 16. ഡിഫാക്ടോ മീൻസ് 4 ഓപ്ഷൻസ് ഉണ്ട്. ഇൻഫാക്ട്, ഇൻകോട്ട്, ഡിസീസ്ഡ്, ഡിസീസ്ഡ്. 4 ഓപ്ഷൻസിൽ കറക്റ്റായിട്ട് ഉത്തരം എന്ന് പറയുന്നത് ഇൻഫാക്റ്റ് ആണ്. അത് ശരിക്കുമുള്ള ഇപ്പം നമ്മൾ പ്രൈം മിനിസ്റ്റർ ഇസ് എ ഡിഫാക്ടോ ഹെഡ് ഓഫ് ദ കൺട്രി ആൻഡ് പ്രസിഡന്റ് ഇസ് എ ഡിജ്യൂർ ഹെഡ് ഓഫ് ദ കൺട്രി എന്ന് പറയത്തില്ലേ. ഡിജ്യൂർ എന്ന് പറയുന്നത് സെറമോണിന് ടൈറ്റുലർ ആയിട്ടുള്ളൊരു ടൈറ്റിൽ എന്ന് കൺവേ ചെയ്യുന്നതാണ് ഡിജ്യൂർ. ഡിഫാക്ടോ പറയുന്നത് ശരിക്കുമുള്ള, ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ ആണ് ശരിക്കുമുള്ള ഹെഡ്. പ്രസിഡന്റ് പേരിന് മാത്രം, അല്ലെങ്കിൽ ഈ ടൈറ്റുലർ ഹെഡ് എന്ന് പറയത്തുള്ളൂ. അതാണ് ഇൻഫാക്ട്. ഡിഫാക്ടോ എന്ന വാക്കിൻ്റെ അർത്ഥം ഇൻഫാക്ട് എന്നാണ്. ഇതുപോലുള്ള വാക്കുകൾ ഇപ്പം സൈൻ ക്വാ നാൻ അല്ലെങ്കിൽ എന്താ പറയുക, അതുപോലുള്ള ഫോറിൻ വേർഡ്സും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചോദിക്കാൻ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 17. പിക്ക് ദ യുഫമിസം ഫ്രം ദ ഫോളോയിങ്. ഓപ്ഷൻ എ പാസ്, ഓപ്ഷൻ ബി പാസ് ഓവർ, ഓപ്ഷൻ സി പാസ് അപ്പ്, ഓപ്ഷൻ ഡി പാസ് അവേ. സോ ഇതിനകത്ത് കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് പാസ് അവേ ആണ്. യുഫമിസം എന്താണെന്ന് നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സോ യുഫമിസം എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളൊരു കാര്യം, അതായത് ഡയറക്റ്റ്ലി ആ ഒരു വാക്ക് പറയാതെ ആ ഒരു അർത്ഥം കൺവേ ചെയ്യുക എന്നതാണ് യുഫമിസം എന്ന് പറയുന്നത്. ആക്ച്വലി ഇറ്റ്സ് എ വേ ടു കൺവേ സംതിങ് വിത്തൗട്ട് സേയിങ് എ സ്പെസിഫിക് വേർഡ്. വളരെ ഡയറക്റ്റായിട്ട് നമ്മൾ പറയാതെ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് പറയത്തില്ല. ഇപ്പം നമ്മൾ മരിച്ചു പോയാലും ഡെഡ് എന്ന് പറയുന്നവരും പാസ് അവേ എന്ന് പറയും. അതൊരു യുഫമിസമാണ്. ഡെത്തിൻ്റെ യുഫമിസമാണ് പാസ് അവേ. അതുകൊണ്ടാണ് ഇത് ഓപ്ഷൻ ഡി ആയത്. So question number 18. Just as we discipline and test our knowledge, we also dash to learn to control our passions. So ഇതിൽ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് just as we discipline and test our knowledge, we also have to learn to control our passions. We ആണ്, അതായത് പ്ലൂറൽ ആണ്. അപ്പം നമ്മൾ ഇതിനകത്ത് ഹാവ് ആണ്, അത് ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ കറക്റ്റ് ഉത്തരം. ഹാഡ് വരത്തില്ല, ഹാസും വരത്തില്ല, വില്ലും വരത്തില്ല. സോ ക്വസ്റ്റ്യൻ നമ്പർ 19. ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്. വെൻ മാർക്ക് ആൻ്റണി സെഡ് ലെൻഡ് മീ യുവർ ഇയേഴ്സ്, ഹി മെൻറ്റ്. ഈ ലെൻഡ് മീ യുവർ ഇയേഴ്സ് എന്നൊക്കെ പറഞ്ഞ് മാർക്ക് ആൻ്റണിയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള സ്പീച്ച് ഉണ്ടല്ലോ. ഈ ലെൻഡ് മീ യുവർ ഇയേഴ്സ് അത് വളരെ ഈസി ആയിട്ടുള്ള ഉത്തരമാണ് ഇതിൻ്റെ. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ ഷോ യുവർ കറേജ് ബൈ ഗിവിംഗ് അപ്പ് യുവർ ഇയേഴ്സ്, ഗിവിംഗ് മീ ദ ബെസ്റ്റ് ഇയേഴ്സ് ഓഫ് യുവർ ലൈഫ്,
ഗിവ് മീ യുവർ ബെസ്റ്റ് ക്രോപ്സ് ഓഫ് കോൺ, ലിസൺ കെയർഫുള്ളി ടു മീ. അതായത് വ്യക്തമായി കേൾക്കണം, അതായത് അദ്ദേഹം പറയുന്ന വാക്കുകൾ വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കാൻ എന്നാണ് അതിന് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ ഡി, ലിസൺ കെയർഫുള്ളി ടു മീ, അതാണ് ഇതിൻ്റെ ഉത്തരം. സോ ക്വസ്റ്റ്യൻ നമ്പർ 20. The two presidents are signing the treaty. Choose the option which best expresses the meaning of the sentence. രണ്ട് പ്രസിഡന്റ് ഒരു ട്രീറ്റി സൈൻ ചെയ്യുകയാണ്. ആ ഒരു അർത്ഥം കൺവേ ചെയ്യുന്ന സെൻറ്റൻസ് ഈ 4 ഓപ്ഷൻസിൽ ഏതാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. ട്രീറ്റി ഹാസ് ബീൻ സൈൻ ബൈ ദ 2 presidents. The treaty is being signed by the 2 presidents. Treaty will be signed by the 2 presidents. Treaty is signed by the 2 presidents. ഇപ്പം അവർ സൈൻ ചെയ്തുകൊണ്ട് ഒരു കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു അർത്ഥമാണ് ഇതിൽ നമുക്ക് വേണ്ടത്. സോ ഇത് ഓപ്ഷൻ ബി ആണ്. ട്രീറ്റി ഈസ് ബീങ് സൈൻ ബൈ ദ 2 presidents. ഓപ്ഷൻ ബി. ഇനി അടുത്ത 9 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പാസേജ് ആണ്. നമ്മൾ കോംപ്രിഹെൻഷൻ, ചെറിയൊരു പാസേജ് വന്നിട്ട് അതിൽ നിന്നും നമ്മൾ ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ള പാസേജ് ആണ് ഇനിയുള്ള 9 ക്വസ്റ്റ്യൻ, 21 to 29. സോ ഇത് നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല, നിങ്ങൾ വായിച്ച് നോക്കി ഇതിൻ്റെ ഉത്തരം ഞാൻ പറയാം. ഇതിപ്പോൾ ചെറിയൊരു പാസേജ് ആണ്. ആസ് ഫാർ ആസ് വി ആർ ക്വൈറ്റ് ഫോർച്ചുനേറ്റ്, ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ വായിച്ച് നോക്കുക. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ജസ്റ്റ് സൊല്യൂഷൻ നിങ്ങൾ വായിച്ച് നോക്കുക, എന്നിട്ട് വേണമെങ്കിൽ സൊല്യൂഷൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അതായത് സൊല്യൂഷൻ ഞാൻ പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 21. വി ആർ ക്വൈറ്റ് ഫോർച്ചുനേറ്റ് ആ ഒരു പാസേജിൽ കൊടുത്തിരിക്കുന്ന ഒരു പർട്ടിക്കുലർ സെൻറ്റൻസ് ആണ്. പിക്ക് അനദർ വേർഡ് ഫ്രോം ദ ഗിവൻ ഓപ്ഷൻസ് ടു റീപ്ലേസ് ക്വൈറ്റ്. സോ ഇതിപ്പോൾ നമ്മൾ പാസേജ് വായിക്കേണ്ട കാര്യമില്ല. നമുക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ഇത് നമുക്ക് അറിയാം. വി ആർ റാദർ, അതായത് വി ആർ ക്വൈറ്റ് ഫോർച്ചുനേറ്റ്, വി ആർ റാദർ ഫോർച്ചുനേറ്റ് എന്ന് പറയത്തില്ലേ, അതാണ് ഇതിൻ്റെ അർത്ഥം. ഇതിപ്പം നമ്മൾ ആ പാസേജ് നോക്കേണ്ട കാര്യം, ഇപ്പം സമയമില്ലാത്തൊരു കേസ് വരുവാണെങ്കിൽ നമ്മളിപ്പം നോർമലി ഇംഗ്ലീഷ് ലാസ്റ്റ് ചെയ്യാറില്ല, എങ്കിൽ പോലും ഇംഗ്ലീഷ് ലാസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ പാസേജിൽ തന്നെ നമുക്ക് 1-2 ചോദ്യങ്ങളൊക്കെ നമ്മൾ പാസേജ് പോലും വായിക്കാതെ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ ഉണ്ടാവാം. ടൈം ഇല്ലാത്ത കേസാണ് പറയുന്നത്, അല്ലെങ്കിൽ വൃത്തിയായിട്ട് പാസേജ് വായിച്ചിട്ട് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 22. വൈ ഡസ് ദ സ്പീക്കർ ക്ലെയിം ടു ബി സെൽഫിഷ്? സോ ഇത് ഞാൻ പാസേജ് വായിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഉത്തരം ഞാൻ കറക്റ്റായിട്ട് എനിക്കിപ്പം ക്വസ്റ്റ്യനിൽ നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. സോ ഇതിൻ്റെ ഉത്തരം ശരിക്കും ഓപ്ഷൻ ഡി ആണ്. ഞാൻ കീ പോലെ പറയുന്നത് മാത്രമേ ഉള്ളൂ, ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. സോ ക്വസ്റ്റ്യൻ നമ്പർ 23. ദ വേൾഡ് സാൽവേജ് ടുവേഴ്സ് ദി എൻഡ് ഓഫ് ദ ഫസ്റ്റ് പാരഗ്രാഫ് മീൻസ്. അത് നമ്മളിപ്പം ആ പാസേജിൽ കൊടുത്തിരുന്ന ഏതെങ്കിലുമൊക്കെ വാക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും സെൻറ്റൻസിൽ നമുക്ക് അതിൻ്റെ അർത്ഥം ചോദിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളുണ്ടാവാം. ഇതിപ്പം ഈ പറയുന്ന വേർഡ് മീനിങ്സ് ഒക്കെ വരുന്ന ചോദ്യങ്ങൾ പലപ്പോഴും നമുക്ക് പാസേജ് വായിക്കാതെ തന്നെ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ പാസേജ് വായിച്ചാൽ ആ ഒരു കോണ്ടെക്സ്റ്റിലുള്ള അർത്ഥം നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതിപ്പം വേർഡ് സാൽവേജ് ടുവേർഡ്സ് എൻഡ് ഓഫ് ദ ഫസ്റ്റ് പാരഗ്രാഫ് മീൻസ്, ഇത് ശരിക്കും പറഞ്ഞ സാൽവേജ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇതിൽ ഉദ്ദേശിക്കുന്നത് റിക്കവർ എന്നാണ്. ഓപ്ഷൻ ബി. സോ ക്വസ്റ്റ്യൻ നമ്പർ 24. വാട്ട് ഡു ദ ചിൽഡ്രൻ ഇൻ ദ നെയ്ബർഹുഡ് ലാക്ക് മോസ്റ്റ്? ഇത് പാസേജ് വായിച്ചാൽ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റില്ല, എങ്കിലും ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് അത് ഓപ്ഷൻ എ ആണ്. ഫുഡാണ്. നിങ്ങൾ വായിച്ചിട്ട് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക, അല്ലാതെ നിങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. ക്വസ്റ്റ്യൻ നമ്പർ 25. ദ ഇനീഷ്യൽ ലെറ്റർ ഇൻ ദ വേർഡ് നോ ഇസ് പ്രൊനൗൺസ്ഡ് as. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ പാസേജ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് കൊടുത്തിരിക്കുന്ന മാർക്സ് അത് ഫുള്ളായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ടൈപ്പാണ്. എസ്പെഷ്യലി ഈ ഹൈക്കോടതി അസിസ്റ്റൻ്റൊക്കെ ചോദിക്കുന്ന പാസേജ് എന്ന് പറയുന്നത് വളരെ വളരെ ക്ലിയർ, വളരെ ഈസി ആയിട്ടുള്ള പാസേജാണ് സാധാരണ ചോദിക്കാറുള്ളത്. അപ്പം നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല. ഇതൊക്കെ വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ. വേർഡ് സ്റ്റിൽ ഇൻ ദ എക്സ്പ്രഷൻ ടു സ്റ്റിൽ ദെയർ ഹങ്കർ. ഇത് വേർബ് ആണോ, നൗൺ ആണോ, അഡ്ജക്റ്റീവ് ആണോ, അഡ്വേർബ് ആണോ? സോ ഇത് ശരിക്കും പറഞ്ഞാൽ വേർബ് ആണ്. വേർബ്. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ഉത്തരം. സോ ക്വസ്റ്റ്യൻ നമ്പർ 27. ദ വേർഡ് പാങ്സ് ഇൻഡിക്കേറ്റ്സ്. ഈ ഒരു പാസേജിൽ ഉപയോഗിച്ചിരിക്കുന്ന പാങ്സ് എന്ന വാക്ക് എന്താണ് ഈ ഒരു പാസേജിൽ ഉദ്ദേശിച്ചിരിക്കുന്ന മീനിങ്? സോ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഫീലിങ്സ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 28.
വാട്ട് അക്കോർഡിംഗ് ടു ദ സ്പീക്കർ ഇസ് ദ ഓൺലി കോഴ്സ് ഓഫ് ആക്ഷൻ. ഇതും പാസേജ് ബേസ്ഡ്, അതേപടി നമ്മൾ പാസേജ് വായിച്ചാൽ മാത്രം ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. Question number 29. Why are Jews and Christians mentioned in the last sentence? ഇതും ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത്, അതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. Jews and Christians are hoping for the end of the war. സോ പാസേജ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. അടുത്തൊരു ആൻറ്റണിം ക്വസ്റ്റ്യൻ ആണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. ചൂസ് ദ ഓപ്ഷൻ വിച്ച് ഇസ് ദ ആൻറ്റണിം ഓഫ് ദ വേർഡ് ഈഗോയിസം. ഈഗോയിസത്തിൻ്റെ ആൻറ്റണിം, അതിൻ്റെ ആൻറ്റണിമായിട്ട് വരുന്നത് ആൾട്രൂയിസമാണ്. ആൾട്രൂയിസം നമ്മൾ ഇന്നലെ മിസാൻത്രോപ്പ് എന്നൊരു വാക്ക് നമ്മൾ പഠിച്ചിരുന്നു. മിസാൻത്രോപ്പ് എന്ന വാക്ക് പഠിച്ചിരുന്നു. മിസാൻത്രോപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഹെയ്റ്റർ ഓഫ് മാൻകൈൻഡ് എന്നാണ്. അതിൻ്റെ ആൻറ്റണിമായിട്ട് വരുന്നതാണ് ആൾട്രൂയിസ്റ്റ്, അതായത് മാൻകൈൻഡിനെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി. ഇപ്പോൾ ഈഗോയിസം എന്ന് പറയുന്നത് ഭയങ്കര ഈഗോ ആയിട്ടുള്ള സ്വന്തം കാര്യം ചിന്താപന്ന സ്കീമുകൾ ആലോചിക്കുന്ന ആ ഒരു മീനിങ് കൺവേ ചെയ്യുന്ന വാക്കാണ് ഈഗോയിസം. അതിൻ്റെ ആൻറ്റണിമായിട്ട് വരുന്നത് ആൾട്രൂയിസമാണ്, അതായത് ലോകത്തിനിടെ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ആ ഒരു കൺസെപ്റ്റാണ് ആൾട്രൂയിസം. സോ ഇത്രയൊക്കെയാണ് ഇംഗ്ലീഷ് സെക്ഷനിലെ ക്വസ്റ്റ്യൻസ്. 30 ചോദ്യമാണ് 2019 ചോദിച്ചത്. ഇനി ഇത്തവണ 50 ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്. സോ ഇംഗ്ലീഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഈ പാസേജൊക്കെ നോക്കിയാൽ തന്നെ അറിയാം, ഇംഗ്ലീഷ് ശരിക്കും പറഞ്ഞാൽ അതിലെ മൊത്തം ഇപ്പോൾ 50 ചോദ്യം അല്ലെങ്കിൽ 30 ചോദ്യം സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. ഇപ്പോൾ 1-2 ചോദ്യങ്ങൾ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാന്നല്ലാതെ ഷോർട്ടായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ്. സോ നമുക്ക് അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും പാടില്ല. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ്. സോ നമ്മൾ ബാക്കിയുള്ള സെക്ഷൻസ് അടുത്ത വീഡിയോസിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് കവർ ചെയ്യാനുള്ള GKയുടെ ഒരു 50 ചോദ്യമുണ്ട്. അതിനുശേഷം 20 ചോദ്യം മാത്സ് ആൻഡ് റീസണിങ്. 2019 പാറ്റേണാണ് ഞാൻ പറയുന്നത്. 2021 ചോദിക്കാൻ പോകുന്ന പരീക്ഷയുടെ പാറ്റേൺ എന്ന് പറയുന്നത് 50 ചോദ്യം ഇംഗ്ലീഷ്, 40 ചോദ്യം GK, 10 ചോദ്യമേ മാത്സ് ആൻഡ് റീസണിങ് ആയിട്ട് വരുന്നുള്ളൂ. സോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് തീർച്ചയായിട്ടും അറിയിക്കുക. കാര്യം നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് ബേസ് ചെയ്ത് നമുക്ക് പല രീതിയിലും മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. സോ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ സാധിക്കും. കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഒരുപാട് സജഷൻസ് നമുക്ക് കിട്ടിയിരുന്നു. സോ അത് വെച്ചിട്ട് നമ്മൾ തീർച്ചയായിട്ടും അടുത്ത ലെക്ചർ ക്ലാസ്സിൽ അതിൻ്റെതായ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ താങ്ക് യു വൺസ് അഗെയിൻ.